ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലേക്ക് അവധി ആഘോഷിക്കാനെത്തുന്ന ഒരു ഹൈ റിച്ച് കുടുംബം. അവരങ്ങനെ എൻജോയ് ചെയ്യവേ ഒരു പെണ്ണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരുടെ ഹോളിഡേയ്സിലേക്ക് എത്തുന്നു. എന്നാൽ അവളുടെ മനസ്സിലുള്ളത് ഒരു ഗൂഢമായ പ്ലാനും. ആ ഞെട്ടിക്കുന്ന പ്ലാൻ അറിയും മുമ്പേ നമുക്ക് സംഘർഷാവസ്ഥയിലുള്ള ഒരു സമരമുഖത്തേക്ക് പോവാം. അവിടെ നിന്നാണ് ഡിലീഷ്യസിന്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. ഹോളിഡേ ട്രിപ്പിന് പോകുന്ന 4 പേരടങ്ങുന്ന സമ്പന്ന കുടുംബം. ജോൺ, എസ്തർ, മകൻ ഫിലിപ്പ്, ഇളയ മകൾ ആൽബയും. ജോലിക്ക് വേതന നൽകാത്തതിനെ ചൊല്ലിയുള്ള സമരമാണിപ്പോൾ പോലീസുമായി ഏറ്റുമുട്ടലായിരിക്കുന്നതെന്നും ഇപ്പോഴത്തെ ജീവിതം വളരെ കഠിനമാണെന്നുമൊക്കെ ജോൺ ഡ്രൈവറിൽ നിന്ന് കേൾക്കുമ്പോൾ മകൾ ആൽബ ഇതെല്ലാം പേടിയോടെ നോക്കുവാണ്. അവരെങ്ങനെ ഇനി വണ്ടിക്കെടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കുമോ എന്ന്. മകൻ ഫിലിപ്പ് ഇതെല്ലാം ആസ്വദിച്ച് ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതൊന്നും കാര്യമായി ശ്രദ്ധിക്കാതെ ഫ്രാങ്ക് എന്നൊരാളുടെ ബിസിനസ് കോൾ കട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും വഴിയെ പോകാൻ നോക്കെന്ന് പറഞ്ഞിരിക്കുന്നു എസ്തർ. അങ്ങനെ അത് തരണം ചെയ്തവർ പല മനോഹര വഴികളും കടന്നൊടുവിൽ എത്തിപ്പെട്ടിരിക്കുന്നു. വർഷാവർഷം കുടുംബത്തിന് അവധി ആഘോഷിക്കാൻ വരാൻ കെട്ടിപ്പൊക്കിയിട്ടുള്ള മണിമാളികയിലേക്ക്. സ്വിമ്മിംഗ് പൂളിലെ ചെറിയ നീന്തലെല്ലാം കഴിഞ്ഞ് റെഡിയാവുമ്പോൾ വീണ്ടും ഫ്രാങ്ക് വിളിക്കുന്നെങ്കിലും എസ്തർ ഫോൺ എടുക്കുന്നില്ല. കാരണം അവധി വേളയിൽ ജോലിക്കാര്യങ്ങൾ വേണ്ടേ വേണ്ട. പിറകെ ജോണുമൊത്ത് ചെറിയ റൊമാൻസിൽ ഏർപ്പെടുന്നതും മുകളിൽ തട്ടിൻപുറത്ത് എന്തോ ശബ്ദം, മരപ്പട്ടിയോ മറ്റോ ആണ്. ആ ജന്തുക്കൾ ഇതുവരെ പോയിട്ടില്ലേ എന്ന് എസ്തർ പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം മുതൽക്കേ ഈ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അന്നത്തെ ഡിന്നറിന് അവിടെയുള്ളൊരു വലിയ ഹോട്ടൽ ലാ ഫൗണ്ടൈൻ അവിടേക്ക് വിളിച്ച് ഒരു ടേബിൾ ബുക്ക് ചെയ്യുന്നു. അവിടെ അങ്ങനെ ബുക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്, ഇവിടെയും കാണുമായിരിക്കും. ജോണിൻ്റെയും കുടുംബത്തിൻ്റെ അടുത്ത് നിന്ന് ഇനി നമ്മൾ പോകുന്നത് ഈ ഹോട്ടലിലെ ചില ഹൗസ് കീപ്പിംഗ് സർവീസ് സ്റ്റാഫുകളിലേക്കാണ്. ഒരുത്തി നിന്ന് പണിയെടുക്കുമ്പോൾ മറ്റു 2 പേർ റോയൽ ബെഡിൽ നല്ല കിടത്തം. മറ്റൊരുവൻ ദൈവനുണ്ടല്ലോ, അവനൊരു അഴുക്ക ചെറുക്കനാ, ലൂസിയൻ. അവൻ അവിടെ ഇരിക്കുന്ന മദ്യക്കുപ്പി എടുത്ത് കുറച്ച് കുടിച്ചിട്ട് അതിൽ മൂത്രം ഒഴിച്ച് വയ്ക്കുന്നു. മുതലാളിമാരെ എൻ്റെ മൂത്രം കുടിക്കട്ടെ എന്ന് വെച്ച് ചെയ്യുന്നതാവും. ഒരു പ്രത്യേക ചിന്താഗതിയുള്ള കുറേ സ്റ്റാഫ്സ്. കുപ്പി വെച്ചിട്ട് ബാൽക്കണി വഴി കാണുന്ന കാഴ്ച അവൻ ജോലി ചെയ്യുന്ന തിയോഡോറയെയും മറ്റുള്ളവരെയും വിളിച്ച് കാട്ടുവാണ്. ആ കാഴ്ച മറ്റൊന്നുമല്ല, ജോണും കുടുംബവും ഹോട്ടലിലേക്ക് വരുന്നതാണ്. അത്ര വലിയ പണക്കാരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഈ കൂട്ടർ എന്തോ പ്ലാൻ ചെയ്യുന്നു. ശേഷം ഡിന്നർ സ്പേസ്. ജോണും എസ്തറും ആൽബയും ഫിലിപ്പും ഇരിക്കുന്ന ടേബിളിലേക്ക് സെർവ് ചെയ്യുന്നത് ഈ കൂട്ടർ തന്നെയാണ്. അത് മനഃപൂർവ്വമാണോ എന്നിപ്പോൾ അറിയില്ല. ടേബിളിൽ കുഞ്ഞാറ്റയുടെ ചീട്ടുകൊണ്ടുള്ള മാജിക് ട്രിക്കൊക്കെ മറ്റുള്ളവർ ആസ്വദിച്ച് കുഞ്ഞിനെ സന്തോഷപ്പെടുത്തുന്നെങ്കിലും ഒടുവിൽ എസ്തറിന് ഫ്രാങ്കിന്റെ കോൾ എടുക്കേണ്ട സ്ഥിതി വരികയാണ്. IT കമ്പനിയിലെ ഒരു വമ്പൻ സ്രാവാണിവർ. പാർട്ണർഷിപ്പിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാങ്കുമായി എസ്തർ വാഷ്റൂമിൽ നിന്ന് തലപോയി സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് നമ്മൾ മുമ്പ് കണ്ട സ്റ്റാഫ് തിയോഡോർ എത്തി വാഷ് ബേസിനിൽ ടവൽസ് വയ്ക്കുമ്പോൾ ഒരു മൈൻഡ് പോലും ഇല്ലാതെ അവളുടെ പക്കൽ നിന്നൊരു ടവൽ എടുത്ത് കൈ തുടച്ച് തിരികെ ഇട്ട് ഇറങ്ങിപ്പോകുന്നു. ഇവിടെല്ലാം സംവിധായകൻ ആന്റി ക്യാപിറ്റലിസത്തിന്റെ ഒരു സട്ടിൽ സിംബോളിസം കൊണ്ടുവരാനായി ശ്രമിക്കുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കുമ്പോൾ അവരെ ഡീൽ ചെയ്യുന്ന ആ 4 പേരുടെ കൂട്ടത്തിലെ മറ്റൊരു സ്റ്റാഫ് ഇവിടെ താമസിക്കുന്നവരാണോ അല്ലേ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തിയിട്ട് അവർക്ക് കോംപ്ലിമെന്റായി കുറച്ച് മദ്യം വിളമ്പുന്നു. കുട്ടികൾക്ക് കോളയും. ഹൗസ് കീപ്പിംഗ് ടീം എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. തിയോഡോറ ജോലി തീർത്ത് പെട്ടെന്ന് തന്നെ ലൂസിയനുമായി ബൈക്കിൽ കയറി എങ്ങോട്ടോ പായുവാണ്. ജോണും കുടുംബവും ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേയായി. പിറകെ അവരും ഇറങ്ങി ടിപ്പൊക്കെ കൊടുത്ത് കാറിൽ കയറി പോകുമ്പോൾ ആളൊഴിഞ്ഞ ഒരു വഴിത്തരയിലായി ബൈക്ക് നിർത്തി ലൂസിനെ കൊണ്ട് തിയോഡോർ അവളുടെ കയ്യിൽ കത്തിവെച്ച് ആഴത്തിലൊരു മുറിവുണ്ടാക്കുന്നു. സംതിങ് ഫിഷി. അത്യാവശ്യം പൂസായി ഹോളിഡേയുടെ ആദ്യ രാത്രി ആസ്വദിച്ച് ജോണും എസ്തറും പിള്ളേർക്കൊപ്പം ഓരോന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് വണ്ടിയിലെന്തോ തട്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. വിപ്രാർത്തി നോക്കുമ്പോൾ കാണാം വഴിയരികിലായിരിക്കുന്ന ഒരു പെണ്ണ്. ജോൺ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചോരി ഒലിക്കുന്ന കൈയുമായിരിക്കുന്ന പെണ്ണിനെ കാണുന്നതോടെ ആകെ ടെൻഷനായി നിന്ന് സോറി പറയുമ്പോൾ അത് മറ്റാരുമല്ല, തിയോഡോറയാണ്. ഇത് അവരുടെ ട്രാപ്പാണ്. ഇതൊന്നും അറിയാതെ പിറകെ എസ്തറും ഓടിയെത്തി മുറിവ് നോക്കി ഒരു തുണിയെടുത്ത് വെച്ച് കെട്ടുമ്പോൾ നമുക്ക് വേഗം ആശുപത്രി കൊണ്ടുവന്ന ആദിയിൽ നിൽക്കുന്ന ജോണിനോട് അതൊട്ടും വേണ്ടെന്ന് പറയുന്നു. കാരണം മദ്യപിച്ച് വണ്ടി ഓടിച്ചത് വഴിയുണ്ടായ അപകടമാണ്. ലൈസൻസ് സസ്പെൻഷൻ വരെ ലഭിച്ചേക്കാവുന്ന DUI ചാർജസ് ഒഴിവാക്കാനായി എസ്തർ തീരുമാനപ്രകാരം അങ്ങനെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ മുൻപ് ഹോട്ടലിൽ വെച്ച് മദ്യം കൊടുത്തതും ഈ പ്ലാനിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ എന്താണ് ഇവരുടെ ഉദ്ദേശം? അങ്ങനെ വീട്ടിലെത്തിച്ച് എസ്തർ അവൾക്ക് ഫസ്റ്റ് എയ്ഡൊക്കെ നൽകുമ്പോൾ മുറിവ് കാണുന്ന ആൽബയ്ക്ക് ഇതെന്തോ വെച്ച് കുത്തിമുറിച്ച പോലെ ഇല്ലേ എന്നൊരു ഡൗട്ട്. കാറിന്റെ കണ്ണാടിയിൽ തട്ടിയതാണെന്ന് ഫിലിപ്പ് പറയുന്നതിന് പിറകെ ജോണിന് കുറ്റം. നിങ്ങൾ എൻ്റെ നേരെ വണ്ടി കൊണ്ട് ഇടിപ്പിച്ചല്ലേ എന്നുള്ള തിയോഡോറയുടെ ബ്ലെയിമിന് പിറകെ ഇനി മേലാ കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് എസ്തറും. ഈ കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിലും അല്ലറ ചില്ലറ അടുപ്പക്കുറവ് എല്ലാവരിലും ഉണ്ട്. മുമ്പിലുള്ള ടേബിൾ മൊത്തം അവരെ പകല് കഴിച്ച ആഹാരത്തിന് ബാക്കി അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത് കണ്ട് ഇതിങ്ങനെ ഇടാൻ പാടില്ലെന്നും ഈച്ചയെ ഉറുമ്പൊക്കെ കയറുമെന്ന് തിയോഡോറ പറയുമ്പോൾ ഇത് ഞങ്ങളുടെ ഒഴിവുകാലമാണ്, അതുകൊണ്ട് ഇതേപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ലെന്ന് ജോണും. അങ്ങനെ ആ രാത്രി അവിടെ നിന്ന് കുറച്ച് മാറിയുള്ള ഗസ്റ്റ് റൂമിൽ തങ്ങാൻ എസ്തർ അവൾക്കൊരു മുറി കാണിച്ചു കൊടുത്ത ശേഷം അവളറിയാതെ അവിടെ മേശപ്പുറത്ത് കുറച്ച് പണവും വെച്ചിട്ട് പോകുന്നു. വൃത്തിയാക്കാൻ ഒരു താല്പര്യമില്ലെന്ന് പറഞ്ഞ ജോൺ കാറിലെ ചോരക്കറയെല്ലാം തുടച്ച് തിരികെ ബ്രഷ് ചെയ്യാൻ വരുമ്പോഴാണ് ഇരുവരും തമ്മിലുള്ള ഒരു ലൈൻ മനസ്സിലാവുന്നത്. നിന്റെ അച്ഛനോട് ഇക്കാര്യം പറയില്ലെന്ന് എസ്തറോട് അസ്വസ്ഥമായി പറയുന്ന ജോൺ ആളൊരു സയന്റിസ്റ്റാണ്. അയാൾ നിലവിൽ ജോലിയിൽ കുറച്ച് സ്ട്രഗിളിംഗ് ആണെങ്കിലും പുറത്തു കാണിക്കുന്നില്ല. മറിച്ച് എസ്തർ ആകട്ടെ IT മേഖലയിൽ നല്ല വിജയക്കുതിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഒക്കെ ഇവരിൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണാം. അങ്ങനെ അടുത്ത ദിവസം കാലത്ത് തന്നെ എസ്തർ വന്ന് നോക്കുമ്പോഴാകട്ടെ തിയോഡോറിനെ കാണാനില്ല. അവൾ നേരം വെളുത്തപ്പോഴേ സ്വിമ്മിംഗ് പൂളിലൊന്ന് നീരാടി മേശപ്പുറത്ത് വെച്ചിരുന്ന പണവുമായി സ്ഥലം വിട്ടു. അപ്പോൾ ഈ പ്ലാനെല്ലാം എന്തിനായിരുന്നു? രാവിലത്തെ വ്യായാമമൊക്കെ കഴിഞ്ഞെത്തുന്ന ജോൺ ഇതറിഞ്ഞ് അവൾക്ക് എന്തെങ്കിലും ചിക്കല് കൊടുത്തുവെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു 3000 കൊടുത്തുന്ന എസ്തറും
അത് കുറവല്ലേ, നിനക്ക് കുറച്ചുകൂടെ കൊടുക്കാറുന്നില്ല എന്നുള്ള ജോണിന്റെ ചോദ്യത്തിന് അവക്കത് മതിയായിരുന്നു കാണാം, അല്ലെങ്കിൽ ചോദിച്ചാനെ എന്ന് റീപ്ലൈ ചെയ്യുന്നതെല്ലാം കേട്ടുവരുന്ന ഫിലിപ്പിന് ഇത് ഒതുക്കി തീർക്കാനുള്ള ഒരു കോഴിയായാണ് തോന്നുന്നത്. പറ്റിയ അബദ്ധം പുറത്താരോടും പോയി പറയാതിരിക്കാനുള്ള കൈക്കൂലി. അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചങ്ങനെ വൈകുന്നേരം ചെറിയ ഫിഷ് ബാർബിക്യൂ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ജോണിനടുക്കിലേക്ക് മകൾ ആൽബ എന്ന് പറയുവാണ്. ഇന്നലത്തെ ആ സ്ത്രീ ദേണ്ട വീണ്ടും വന്നിരിക്കുന്നു. സന്ദേഹമുഖത്തോടെ ക്യാമറയിൽ നോക്കി അറിയാത്ത പോലെ ആരെന്നൊക്കെ ചോദിക്കുന്നെങ്കിലും ഞാൻ തിയോഡോറയാണ് എന്ന് നിൽക്കുന്ന അവളെ ഒടുവിലകത്ത് കയറ്റി ഇരുവരും ഉദ്ദേശം എന്താണെന്ന് അറിയാനിരിക്കുവാണ്. സ്വന്തം കുടുംബത്തെക്കുറിച്ചും എസ്തന്റെ കുടുംബത്തിന്റെ ഈ വീടിനെ പറ്റിയൊക്കെ തിരിക്കിയിട്ട് അവൾ പറയുന്നത് മറ്റൊന്നുമല്ല. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു, കൈമുറിഞ്ഞതിനും ഹൈജീൻ്റെ പ്രശ്നങ്ങളും മൂലം. ഒരാളെ പെട്ടെന്ന് അങ്ങനെ പിരിച്ചു വിടത്തില്ലല്ലോ. വിടും. പണിയില്ലാത്തതിൻ്റെ പേരിൽ മുറിയും ഒഴിയാൻ പറഞ്ഞു. തന്ന പണത്തിന് വളരെ നന്ദിയുണ്ട്, പക്ഷേ പുതിയൊരു ജോലി കിട്ടും വരെ അതുകൊണ്ടൊന്നും നടക്കില്ലെന്നിരിക്കുന്ന തിയോഡോറ ഞാൻ പുതിയൊരു പണി കിട്ടുന്നവരെ ഇവിടെ ജോലി ചെയ്തിട്ടെന്ന് ചോദിക്കുന്നു. അവധിയായതുകൊണ്ട് വൃത്തിയാക്കാൻ താല്പര്യമില്ലെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഹൗസ് കീപ്പിങ്ങും കുക്കിങ്ങും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നതിലും ജോണിന് അതൊരു നല്ല ഐഡിയയെ തോന്നുന്നില്ല. ആരെന്നറിയാത്ത ഒരാളെ നിർത്തേണ്ടെന്ന തീരുമാനത്തിൽ ഇവിടെ അതിന് വേറെ ആളുണ്ടെന്ന് വെറുതെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നതിലും എസ്തറിന് അതിനെന്തോ ഒരു വിയോജിപ്പ് പോലെ. കാരണം ഉണ്ടായിരുന്ന വേലക്കാരി ഇപ്പോൾ അവരുടെ അമ്മയുടെ അസുഖം മൂലം വരുന്ന കാര്യം കണക്കാണ്. ഒരാളുണ്ടെങ്കിൽ എസ്തറിന്റെ പണി കുറയുകയും ചെയ്യും, ഫ്രീയും ആവും. ഇരുവരും പരസ്പരം കുടിച്ചു വണ്ടി ഓടിച്ചതിനെപ്പറ്റി അടക്കം പറഞ്ഞ ശേഷം കുറച്ചധികം പണം തരാമെന്ന് തിയോഡോറയുടെ ജോൺ പറയുന്നതിലും അവൾ തന്നെ തെറ്റിദ്ധരിക്കരുതെന്നും ഇതൊരു ചൂഷണം ചെയ്യൽ പോലെ ഒന്നുമല്ല, ഒരു ജോലിക്ക് വേണ്ടിയാണെന്ന് പറയുന്നതോടെ അവർ കൺവിൻസ്ഡായി തിയോഡോറയെ താൽക്കാലികമായി ജോലിക്ക് എടുക്കുന്നതോടെ അവളുടെ പ്ലാൻ അപ്പോൾ ഇതായിരുന്നെന്നും അത് വർക്കൗട്ടായെന്നും കരുതാം. പക്ഷെ എന്തിന്? കൊള്ളയടിക്കാനോ മറ്റോ ആണോ? നോക്കാം. അങ്ങനെ ഫിലിപ്പിൽ നിന്ന് എസ്തർ IT ബിസിനസ്സിലാണെന്നറിഞ്ഞ് അടുക്കാതെ നിൽക്കുന്ന ആൽബയ്ക്ക് സിഗരറ്റ് ലാമ്പ് കാട്ടി ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്ത് അടുപ്പിക്കാൻ നോക്കുന്നതിലും അവളെ വഴങ്ങുന്നില്ല. ഇത്തരം ട്രിക്കുകളിൽ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് അന്ന് ഹോട്ടൽ വെച്ച് കണ്ടിരിക്കണം. പൊതുവെ ആരോടും വലുതായി സംസാരിക്കാത്ത പ്രകൃതമാണ് ആൽബയുടേത്. തിയോഡോറയെ ജോലിക്ക് വെച്ചതിനോട് ഇപ്പോഴും ജോണിന് വിയോജിപ്പുണ്ട്. എസ്തറിന് ഇവൾ യഥാർത്ഥത്തിൽ അവർ പോയി വന്ന ആ ഹോട്ടൽ ഉണ്ടായിരുന്നതാണെന്ന് അവിടെ വെച്ച് മുഖത്തോട് മുഖം കാണാത്തത് കൊണ്ട് തന്നെ ഒരു ധാരണയില്ല. അങ്ങനെ നൈറ്റ് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കവേ പെട്ടെന്ന് എന്തോ അടിച്ചു കൊല്ലുന്ന പോലൊരു ശബ്ദം. ഇത് കേട്ടുകൊണ്ടിരുന്ന ജോൺ എന്താണെന്നറിയാൻ പതിയെ പുറത്തേക്കിറങ്ങി ഹോളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ കാണുന്നതോ പള്ളയടിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരു ജാതി കീരിയെ. ചത്തിട്ടില്ല. നോക്കി നിൽക്കുന്ന ജോൺ കൂടുതൽ ഞെട്ടുന്നത് തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന തിയോഡോറയെ കണ്ട്. ഇവറ്റകളൊക്കെ വലിയ പകർച്ചവ്യാധി പരത്തുന്ന രാക്ഷസന്മാരാണെന്ന് പറഞ്ഞ് കയ്യിലൊരു കോലുമായി നിൽക്കുന്ന അവളാണ് അതിനെ അടിച്ചിട്ടിരിക്കുന്നത്. ചത്തിട്ടില്ല, കിടന്ന് പിടച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ആ കോല് കൊടുത്ത് ജോണിനെ കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി അതിനെ അടിച്ച് കൊല്ലിക്കുന്നു. ജോണിന് അവളിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ അടുത്ത പ്രഭാതം പൂളിൽ ആസ്വദിക്കുന്ന ആൽബയെ നോക്കി നിൽക്കുന്ന തിയോഡോറ അവളുടെ സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും ആൽബയുടെ മുറിയിൽ മനഃപൂർവ്വം വെച്ചിട്ട് പോകുന്നു. ശേഷം താഴെ ചെന്ന് അവൾ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് മുറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാം ഒന്നും പറയാതെ എസ്തർ വന്നത് ഓഫ് ചെയ്യുന്നു. ഞാൻ വീട്ടിലുള്ളപ്പോൾ വാക്യൂം ഉപയോഗിക്കരുത്, എനിക്കത് ഇഷ്ടമല്ലെന്ന് രമ്യമായി പറഞ്ഞുകൊണ്ട് ഇതോടെ അവൾ ഓക്കെ പറഞ്ഞ് ആൽബയുടെ മുറിയിൽ പോയി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ആ ലൈറ്റർ എടുത്തിരിക്കുന്നു. തിയോഡോറയുടെ മെരിങ്ങി വരുന്നുവെന്നർത്ഥം. ആൽബ വായിക്കുന്ന ഹാരി പോട്ടർ ബുക്ക് എടുത്ത് ചെറിയ സംസാരമൊക്കെ നടത്തുന്ന വഴി കുട്ടി തിരിച്ച് മുറിവ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് അവളുമായി അടുക്കുന്നു. വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ കൂടെ ചെല്ലാൻ പറയുന്നതിനെ തുടർന്ന് ജോണിനും ഫിലിപ്പിനുമൊപ്പം ടൗണിലേക്ക് ചെല്ലുമ്പോൾ എന്നാൽ അവിടെ അവളുടെ മറ്റു ഹൗസ് കീപ്പിംഗ് ടീംസ് നിൽപ്പുണ്ട്. അതിലെ ഒരുവളായ നീനയുടെ മുഖത്ത് എന്തോ പാട് കാണാം. മറ്റൊരുവൾ വളരെ കാഷ്വലായി ചുണ്ടിൽ സിഗരറ്റുമായി നടന്നു എന്ന് തീ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് ഇരുവരും നടന്നു പോകുന്നതിന് പിറകെ തിയോഡോറ ലൈറ്റർ എടുത്ത് കത്തിച്ചു കൊടുത്ത് ഇരുവരും തമ്മിലുള്ള നോട്ടം കാണുമ്പോൾ അതിലും എന്തോ വശപിശകുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ജോൺ അവിടെയുള്ള തൻ്റെ സുഹൃത്തിൻ്റെ കഫേയിൽ കുറച്ച് ഹോട്ട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് എൻജോയ് ചെയ്യുമ്പോൾ മാറിയിരിക്കുന്ന ഫിലിപ്പിന് തിയോഡോറയോട് അവൻ്റെ പ്രായത്തിൻ്റെ ചെറിയ അഫക്ഷനൊക്കെ തോന്നുന്നുണ്ട്. കാണാനും കൊള്ളാം. മുമ്പ് തിയോഡോറയുടെ വാക്യൂം ക്ലീനിങ് സമയത്ത് ജോണും ഫിലിപ്പും മോർണിംഗ് സൈക്ലിങ്ങിന് പോയി വന്നപ്പോൾ കണ്ട ആ സൈക്കിൾസ് ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. കാർബണാൽ നിർമ്മിച്ച ഒരു സ്റ്റൈലിഷ് സൈക്കിളാണത്. ലൈറ്റ് വെയിറ്റും വെറും 7.5 കിലോയും. ഫിലിപ്പ് ഇതേപ്പറ്റി തിയോഡോറയോട് പറഞ്ഞു നിൽക്കുമ്പോൾ ജോൺ ആകട്ടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മച്ചിന്മേലുള്ള കീരി വീരന്മാരെ കൊല്ലാൻ വേണ്ടി മേടിച്ച പൊടി മേലേക്ക് ഏണി വെച്ച് കയറി വിതർന്നു. ഇതൊക്കെ അസുഖങ്ങളുണ്ടാകത്തുള്ളൂ എന്ന കഴിഞ്ഞ രാത്രി തിയോഡോറ പറഞ്ഞിരുന്നല്ലോ. അവളുടെ കാര്യത്തിൽ നമുക്ക് അറപ്പ് തോന്നുന്നൊരു കാഴ്ച കാണുന്നത് കിച്ചണിൽ പാചകത്തിനായി മീറ്റ് മുറിച്ചുകൊണ്ടിരിക്കെ അവിടെ ആരുമില്ല, ആൽബ മാത്രമേ ഉള്ളൂ. ഈ പെണ്ണാണെ കട്ട് ചെയ്ത് ആ പച്ച മാംസം എടുത്ത് ആസ്വദിച്ച് കഴിക്കുന്നു. ഡിസ്കസ്റ്റിംഗ് കാഴ്ച. ആൽബയോട് മാംസമൊക്കെ ഒന്ന് വെട്ടി നോക്കാൻ പറഞ്ഞങ്ങനെ അവളിപ്പോൾ ടേബിളെല്ലാം സെറ്റ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. ഗസ്റ്റ് ഇൻകമ്മിങ്. അവധി ആഘോഷിക്കാൻ ജോണും കുടുംബവും നാട്ടിലേക്ക് വന്നറിഞ്ഞ് കാണാനെത്തിയ സുഹൃത്ത് അക്കിയും കുടുംബവും. അയാളും ജോണിനെ പോലൊരു സയൻറ്റിസ്റ്റാണ്. വന്ന പാടെ കഥ തുറക്കുന്ന തിയോഡോറയ്ക്ക് കയ്യിലെ ബാഗ് നൽകി ഒരൊറ്റ പോക്ക്. എല്ലാവരും കൂടെ ഇരുന്ന് ഡിന്നർ ആഘോഷിക്കുമ്പോഴും ആൽബ ഒറ്റയ്ക്ക് മാറിയൊരിടത്തിരിപ്പാണ് തിയോഡോറയുടെ ലൈറ്ററുമായി. കൂടെ അക്കിയുടെ മോനും. അക്കിയുടെ ഭാര്യ കോറയ്ക്ക് ജോണുമായി ചെറിയ എന്തോ രഹസ്യ ഡിങ്കോൾഫിയുണ്ട്. എല്ലാവരും കല്യാണത്തിൻ്റെയും വെഡ്ഡിംഗ് റിങ്ങിൻ്റെയും മറ്റും ഓരോ കാര്യങ്ങൾ സൊറയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫിലിപ്പിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കാവുന്ന ഒന്ന് അവനിവരെ അപേക്ഷിച്ച് ഒരു പ്രത്യേക മൈൻഡാണ്. സമ്പന്നരായതിൽ എത്ര സന്തോഷമെന്ന് എൻ്റെ അമ്മ പറയുമ്പോൾ അവനാകട്ടെ ജോലിക്ക് പോയിട്ട് നേരാമണ്ണം കൂലി പോലും കിട്ടാതെ നടക്കുന്നവരുടെ ദുരവസ്ഥയെക്കുറിച്ച് പറയുവാണ്. വരുന്ന വഴിക്കും അങ്ങനൊരു കാഴ്ച കണ്ടിരുന്നല്ലോ. എന്തൊക്കെയായാലും വെറുതെ സായാഹ്ന വേളയിലിരുന്ന് ചുമ്മാ പറയാമെന്നല്ലാതെ അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും ഉണ്ടാവാൻ പോണില്ലല്ലോ.
എസ്തർ തന്റെ ഹസ്ബൻഡിന്റെ പുതിയ റിസർച്ച് പബ്ലിക്കേഷൻ വായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അക്കിയുടെ മുഖത്ത് എന്തോ വൈഷമ്യം തോന്നുന്നത് കണ്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നെങ്കിലും ജോൺ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ജോണിന് ആ പബ്ലിക്കേഷനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രം അറിയാം. ഒന്നുമില്ല, ഞാൻ കൈകാര്യം ചെയ്യേണ്ടതേ ഉള്ളൂ എന്ന് ജോൺ ആ വിഷയത്തെ ഒതുക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരൊരു ഔട്ടിങ്ങിന് പോവുകയാണ്, ഒരു ദ്വീപിലേക്ക്. തിയോഡോറ അവരോടൊപ്പം കൂടുതൽ അടുത്തിരിക്കുന്നതായി മനസ്സിലാക്കാം. പക്ഷേ ദ്വീപിലെ അതിഥികൾ നമുക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവളുടെ കൂട്ടാളികൾ. അവർ ഇവരെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഏത് നിമിഷവും ഇവരുടെ ഉദ്ദേശം പുറത്തു വന്നേക്കാവുന്ന പോലെയാണ് കാര്യങ്ങൾ. എല്ലാവരും നീന്താൻ ഇറങ്ങുമ്പോൾ എസ്തർ മാത്രം മാറി നിൽക്കുന്നത് കണ്ട് കാര്യം തിരക്കുമ്പോൾ കടലിൽ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ് അവർ. കുറച്ച് പേടിയും ഭയമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നാണ് ഞാൻ കരുതിയത് എന്ന് തിയോഡോറയും. ബിസിനസ് കോൾ വീണ്ടും അലട്ടുന്ന തലവേദനയിൽ നടക്കുന്ന എസ്തറിനെ കണ്ട് അവൾ കിട്ടുന്ന ഒരു തക്കത്തിന് ആരും കാണാതെ എസ്തറിന്റെ ഫോൺ എടുത്തങ്ങ് മാറ്റുന്നു. ഇത് ആൽബ കാണുന്നെങ്കിലും അവൾ ശ്രദ്ധിക്കാത്ത പോലെ ഭാവിച്ചങ്ങനെ കുറെ കഴിഞ്ഞ് എസ്തർ ഫോൺ നോക്കുമ്പോൾ കാണാനില്ല. ഉടൻ തന്നെ ഹാലിളകി റീച്ചബിൾ ആയിരുന്നേ പറ്റുമെന്ന് പറഞ്ഞ് തുള്ളുവാണ്. ഒരു ദിവസത്തേക്ക് ക്ഷമി എന്ന ഭർത്താവിന്റെ വാക്കൊന്നും കേൾക്കാതെ. തിയോഡോറ അവക്കറിയാവുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്നും അവിടെ അത്യാവശ്യം നല്ല വിലയ്ക്ക് ഫോൺ കിട്ടുമെന്ന് പറയുമ്പോൾ വില ഏതായാലും കുഴപ്പമില്ല, ലേറ്റസ്റ്റ് മോഡൽ തന്നെ വേണമെന്ന് പറഞ്ഞ ഒടുവിൽ ഇരുവരും പോയി ഫോൺ മേടിച്ചു വരാമെന്ന് അങ്ങനെ ദ്വീപിൽ നിന്നും തിരികെ എത്തി ഒരു പുതിയ ഐഫോണും എടുത്ത് കുറെ ട്രബിൾ ടോക്സ് എല്ലാം കഴിഞ്ഞ് മൈൻഡ് ഫുള്ളാ കുഴപ്പമാ നിൽക്കുമ്പോൾ കൂൾ മൂഡിൽ നിൽക്കുന്ന തിയോഡോറയുമായി ഒന്ന് നിന്ന് പുകച്ചുകൊണ്ട് റിലാക്സ് ആവാൻ ശ്രമിക്കുന്നു. എസ്തർ മെല്ലെ അവളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരംഭിക്കുന്നു. ജീവിതത്തിന്റെ കോലാഹലങ്ങളെ പറ്റിയും ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഇതെല്ലാം കളഞ്ഞിട്ട് എങ്ങോട്ടേലും ഓടി പോയാലോ എന്ന് വരെ തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്ന തിയോഡോറ എങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെയെന്ന് ചുമ്മാ പറയുന്ന പോലൊരു ടോക്കും ഡിസപ്പിയർ ആയിക്കൂടെയെന്ന്. തിയോഡോറയും എസ്തറുമായുള്ള പല സംസാരത്തിലും അവൾ അവരെ സ്ട്രൈക്ക് ചെയ്യിക്കുന്ന പോലുള്ള രീതിയുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ദിവസം അങ്ങനെ കഴിയുമ്പോൾ സ്ലീപ്പിംഗ് പിൽസിന്റെ സഹായത്തോടെ ഉറങ്ങാൻ കിടക്കുന്ന എസ്തറിന്റെ അടുക്കലേക്ക് സ്നേഹിക്കാനെടുക്കുന്ന ജോണിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാട്ടുന്നില്ല. മറ്റൊരു മുറിയിലാകട്ടെ ഐലൻഡ് ട്രിപ്പിന് പോയപ്പോൾ എടുത്ത ഫോട്ടോസിലും വീഡിയോസിലും തിയോഡോറയുടെ ക്ലിപ്സ് വളരെ എക്സൈറ്റഡ് ആയി നോക്കുന്ന ഫിലിപ്പിനെയും നമുക്ക് കാണാം. ചുരുക്കം പറഞ്ഞാൽ ഫിലിപ്പിനും എസ്തറിനും ഉള്ളിൽ തിയോഡോറ ഒരു സ്പേസ് ഉണ്ടാക്കുന്നതിൽ അത്യാവശ്യം വിജയിച്ചിട്ടുണ്ട്. പിടിതരാതെ നിൽക്കുന്നത് ആൽബയാണ്, പിന്നെ ജോണും. അടുത്ത ദിനം കാലത്ത് തന്നെ സൈക്ലിങ്ങിന് പോയിട്ട് വരുന്ന ജോണിനോട് അവളൊന്ന് മുട്ടാൻ നോക്കുവാണ്. സൈക്കിൾ കാർബൺ മെയ്ഡ് അല്ലേ, ലൈറ്റ് വെയിറ്റ് അല്ലേ, ഡിസ്ക് ബ്രേക്സും. അവളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ജോൺ നിനക്ക് സൈക്കിളിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ഇരുവരും ഒരു ലോങ് റൈഡിന് പോകുമ്പോൾ ജോൺ പോകാൻ മനസ്സിലാക്കുന്നില്ലല്ലോ ഈ പറഞ്ഞല്ല മുമ്പ് ഫിലിപ്പ് പറഞ്ഞു കൊടുത്തത് വെച്ചാണെന്നുള്ള കാര്യം. എസ്തറിനെ ചെറിയ രീതിയിൽ ആശ്വസിപ്പിച്ചും ഫിലിപ്പുമായി കൂടുതൽ അടുത്തുമൊക്കെ കൂടുതൽ വിശ്വാസ്യതയും അടുപ്പവും വരുത്തുമ്പോൾ അങ്ങനെ ഇരിക്കെ ആൽബ എസ്തറോട് വന്ന് പറയുകയാണ് തിയോഡോറയാണ് അന്ന് ഫോൺ എടുത്ത് ഒളിപ്പിച്ചത്. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് തിയോഡോറയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോഴാകട്ടെ അവിടെ കാര്യം തലകീഴായി മറിയുന്നു. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഞാനെന്തെങ്കിലും മോശമായി മോളോട് പെരുമാറിയെന്നൊക്കെ തിയോഡോറ സ്നേഹത്തോടെ പിടിച്ച് ചോദിക്കുന്നത് കേട്ട് കുട്ടി എന്ത് പറയണമെന്ന് അറിയാതെ പരിങ്ങി നിന്ന് നോക്കിയിട്ട് ഓടിപ്പോകുന്നു. ആൽബ പറഞ്ഞ കാര്യം കൊച്ചുകുട്ടികൾ ഇഷ്ടമല്ലാത്തവരെ കുറിച്ച് നുണ പറയുന്നത് പോലെ വരുത്തി തീർത്തങ്ങ് നൈസായി ഡീൽ ചെയ്യുന്നു തിയോഡോറ. എസ്തറിനും ഇങ്ങനെ തന്നെയല്ല, സംശയമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ തിയോഡോറയുടെ മറ്റൊരു വിയേഡായ പ്രവൃത്തി നമ്മൾ കാണുവാണ്. നീരാട്ടമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന അവൾ മുറിവ് ഡ്രസ് ചെയ്യാൻ എസ്തർ വരുന്നതിന് മുന്നേയായി ആ കുതിർന്നിരിക്കുന്ന മുറിവിലേക്ക് നഖം വെച്ച് ചുരണ്ടി ഇളക്കുന്നു. ഇത് കണ്ടുവരുന്ന എസ്തറിന് മുറിവ് വീണ്ടും തട്ടി ഉണങ്ങാതിരിക്കുന്നതിൽ ടെൻഷനുണ്ടെങ്കിലും ഉള്ളിൽ കുറ്റബോധവുമുണ്ട്. ഇതെല്ലാം തങ്ങൾ മൂലം ഉണ്ടായതല്ലേ എന്നുള്ള ധാരണയിൽ. ഇതൊക്കെ കൊണ്ട് തന്നെ ഒന്ന് ഉഷാറാക്കാൻ എസ്തർ അവളോട് നമുക്കിന്ന് ഒരുമിച്ച് അത്താഴത്തിന് പോയാലോ എന്ന് ചോദിക്കുവാണ്. എസ്തർ കൊടുക്കുന്ന അവരുടെ ഡ്രസ്സും ഇട്ട് ഇരുവരും അങ്ങനെ ഒരു ഹോട്ടൽ ഡിന്നറിന് പോകുമ്പോൾ എന്നാൽ ഇതിനിടയിൽ ഈ കുടുംബത്തിന് പുറത്തേക്കുള്ള യാത്രയെക്കുറിച്ചെല്ലാം കൃത്യമായി തിയോഡോറ അവളുടെ കൂട്ടർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് അവൾ എസ്തറോട് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ ഫോൺ ആൽബ അവളുടെ അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്നേഹം കൊണ്ടാണ്, പക്ഷെ ഞാൻ പറഞ്ഞെന്ന് ആൽബയോട് പറയരുതെന്ന് തിയോഡോറ പറയുന്ന കേൾക്കുന്ന എസ്തറിന് മകൾ അങ്ങനെ അസൂയയിൽ മുമ്പ് അവളോട് പെരുമാറിയതിൽ ചെറിയ നാണക്കേടും. നമുക്കൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞവരെ വീണ്ടും ബൂസ്റ്റ് ആക്കുമ്പോൾ ഇക്കാര്യം ഒന്നും എന്താ ജോൺ തിരക്കാതിരിക്കുന്നതെന്ന് നോക്കിയാൽ അതിനൊരു റീസണും ഉണ്ട്. അയാൾ നല്ല ടെൻഷനിലാണ്. പോരാത്തതിന് അക്കിയുടെ നിരന്തരമായ മെസ്സേജുകളും. കാരണം മുമ്പ് ഡിന്നർ ടൈമിൽ പറഞ്ഞ ആ റിസർച്ച് പബ്ലിക്കേഷൻ എന്നുള്ളത് ഇയാളുടെ തെറ്റായ ഒരു പര്യവേക്ഷണമായിരുന്നു. അതിൻ്റെ പേരിൽ ഇപ്പോൾ ജോലി പോലും പോകുന്ന മട്ടാണ്. ഇതൊന്നും ആരോടും പറയാതെ, പ്രത്യേകിച്ച് എസ്തറിനോട് പറയാതെ മറച്ചു വെച്ചിരിക്കുന്നത് നാണക്കേട് കൊണ്ടാണ്. തിയോഡോറ എസ്തറയും കൊണ്ടെത്തുന്നത് ഒരു നൈറ്റ് ക്ലബിലേക്ക്. അവിടെ അവളുടെ കൂട്ടാളികളും ഹാജരാണ്. അവിടെ വെച്ച് എസ്തർ ആംബർ എന്നൊരു ഇംഗ്ലീഷ് സ്ത്രീയെ പരിചയപ്പെടുന്നു. ഈ ഹൗസ് കീപ്പിംഗ് കൂട്ടത്തിലെ ഒരു പെണ്ണായ നീനയുടെ പുതിയ ലവർ. നീനയെ എസ്തർ വെറുതെ ഗൗരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കെ തിയോഡോറ എസ്തറെ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നതിലും അവർക്ക് താല്പര്യമില്ല. അങ്ങനെ നിൽക്കുന്നതും തൊട്ടടുത്ത് നിൽക്കുന്ന ആ ചെക്കൻ ലൂസിയൻ, അവൻ അവർക്ക് ഒരു ഡ്രിങ്ക്സ് ഓഫർ ചെയ്ത് ആദ്യം മേടിക്കുന്നില്ലെങ്കിലും പിന്നെ മേടിച്ചങ്ങനെ നിൽക്കുമ്പോൾ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലെന്നവനും. സ്റ്റാൻഡ് പിടുത്തം വിട്ട് പതിയെ കുടിച്ച് ഫിറ്റായി പാട്ടും മേളവുമൊക്കെ ആഘോഷിച്ച ശേഷം വെളുപ്പിന് അതിമനോഹരമായ കടലിലേക്ക് എസ്തർ ആംബറുമൊത്ത് ഈ കൂട്ടർക്കൊപ്പം എത്തുമ്പോൾ അവരെല്ലാം എടുത്ത പാടെ കടലിലേക്ക് നീന്താൻ ഇറങ്ങുമ്പോൾ തരിച്ചു നിൽക്കുന്ന എസ്തറും. അവർക്ക് കടല് പേടിയാണെന്നുള്ള കാര്യം നമ്മൾ മുന്നേ കണ്ടതാണല്ലോ. മടിച്ചു നിൽക്കുന്നത് കണ്ട് വെള്ളത്തിൽ കിടക്കുന്നവരും കൂടെ നിന്ന് ലൂസിയാനെ നിർബന്ധിക്കുന്നത് കണ്ട് വസ്ത്രം അഴിച്ചു മാറ്റി നിൽക്കുന്നെങ്കിലും ഒരു ഉൾഭയം. ലൂസിയൻ കൈ നീട്ടി നമുക്കൊരുമിച്ച് പതിയെ നീങ്ങാന്ന് പറഞ്ഞങ്ങനെ എല്ലാവരും കടലിൽ നല്ല കുറേ നിമിഷങ്ങൾ അതിരാവിലെയുള്ള മുഹൂർത്തത്തിൽ ആസ്വദിക്കുന്നു. എസ്തർ ഇവർക്കൊപ്പം ഓൾറെഡി നല്ല ജോളി മൂഡിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ കാണാം ആംബറിനെ പെട്ടെന്നാരോ കാലി പിടിച്ച് മുക്കുന്ന പോലെ.
എസ്റ്ററിൻ്റെ അടുത്തേക്ക് നീന്തി വന്ന് ലൂസിയനും അങ്ങനെ വീണ്ടും അടുക്കുകയായി. അവരിരുവരും ബീച്ചിൽ കുറച്ചധികം നേരം ഒരുമിച്ച് നടന്നിട്ട് വരുമ്പോൾ മറ്റു കൂട്ടരെല്ലാം വിഷപകറ്റുമാണ്. നീന്തി കുളിച്ചതിൻ്റെ ക്ഷീണം. കമ്പിൽ കുത്തി തീയിൽ ചുട്ട് കഴിക്കുന്ന ആ ഭക്ഷണം എസ്റ്ററിനും ലൂസിയനും കൊടുത്തിട്ട് അവർ പറയുന്നത് ഓരോ ആഗ്രഹങ്ങളാണ്. പുതിയ ബൈക്ക് എടുക്കാനും മറ്റുമുള്ള ഓരോ ആഗ്രഹങ്ങൾ. എല്ലാം എന്ത് നല്ല സ്വപ്നങ്ങളെന്ന് പറഞ്ഞ് പരസ്പരം പരിഹസിക്കുന്നുമുണ്ട്. ആ ഫുഡ് കഴിക്കുന്നതും എസ്റ്റർ വളരെ ആശ്ചര്യത്തോടെ എന്ത് നല്ല സ്വാദെന്ന് പറയുമ്പോൾ ഇത്ര ഫ്രഷായിട്ട് വേറെ എവിടെ നിന്നും കിട്ടില്ലെന്ന് ലൂസിയനും. അവരങ്ങനെ ചിരിയും കളിയുമായിരിക്കവേ എസ്റ്ററിന് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. ആംബർ എവിടെ? കാരണം കൂട്ടത്തിൽ അവളില്ല. ഇത് കേട്ട് അവൾ പോയെന്ന് നീനയും. എന്നാൽ അവളുടെ ബാഗും ചിരിപ്പും തുണിയും ഒക്കെ അവിടെ കുറച്ച് മാറി ഉണ്ട് താനും. വെയിറ്റ് എ മിനിറ്റ്, ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണോ നിനക്കും തോന്നുന്നേ? ആംബർ പോയെന്ന് പറയുന്നു. അവളുടെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. മുമ്പ് അവളെ കളിപ്പിക്കുന്ന രീതിയിൽ ആരോ കാലി പിടിച്ച് മുക്കുന്നത് കണ്ടു. തിരിച്ചു വരുമ്പോൾ എല്ലാവരും കമ്പിൽ മാംസം കുത്തി ചുട്ടു നിന്നുകൊണ്ടിരിക്കുന്നു. എന്തോ എവിടെ ഒരു തകരാറ് പോലെ. അങ്ങനെ തിരികെ തിയോഡോറയുമായി വീട്ടിലെത്തുന്ന എസ്റ്ററിന് പറയാനുള്ളത് ഒരുപാട് നന്ദി. കഴിഞ്ഞ കുറേ ആണ്ടുകൾക്കുള്ളിൽ മനസ്സ് ഇത്ര ഫ്രീ ആയി തോന്നിയത് ഇപ്പോഴാണെന്ന് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വക ഒരു ഫിലോസഫിക്കൽ മറുപടി തിയോഡോറയിൽ നിന്നും. പഴയ ലോകം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയതാകട്ടെ ജനിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാക്ഷസന്മാരുടെ സമയമാണ്. സോഷ്യലിസ്റ്റായിരുന്ന ആന്റോണിയോ ഗ്രാംഷിയുടെ പ്രശസ്തമായ വാക്കുകൾ. മുതലാളിത്തം മൂലം പെരുകുന്ന പാവപ്പെട്ടവരെ തന്നെയാണ് ഇവിടെ കപ്പിത്താൻ ഉദ്ദേശിക്കുന്നത്. ജോണിൻ്റെ കാര്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അക്കി ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് വന്ന് തിരികെ വിളിക്കാനൊക്കെ ആൽബയോട് പറഞ്ഞിട്ട് പോകുന്നത് എസ്റ്റർ കാണുമ്പോൾ അവരുടെ മേലുള്ള കോംപ്ലക്സും സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നോക്കുന്ന രീതിയെക്കുറിച്ചുമൊക്കെ ജോൺ പങ്കിടുന്നത് ഇപ്പോൾ തിയോഡോറയോട്. ആരോടെങ്കിലും അയാൾക്ക് മനസ്സ് തുറക്കണമെന്നുള്ളപ്പോൾ കിട്ടിയ അവസരം തിയോഡോറ മുതലാക്കി നിങ്ങൾ നല്ല സ്ട്രോങ് ആണെന്നും നിങ്ങൾ കൂടെയില്ലെങ്കിൽ അവർക്കൊന്നിനും കഴിയില്ലെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇവൾ തന്നെ കൊണ്ടുവച്ചതാണ്. ആൽബയുടെ അലമാരിയിൽ നിന്ന് ഫോൺ കിട്ടുന്നതോടെ എസ്റ്റർ ഇത് തഞ്ചത്തിൽ ചോദിക്കാൻ ചെല്ലുമ്പോൾ കുട്ടി കണ്ണാടിക്കുപ്പിലിട്ടുള്ള ഒരു തവളയ്ക്ക് ആഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി സ്വിമ്മിംഗ് പൂളിൽ നിന്നും കിട്ടിയതാണ്. എന്നാൽ അതേപ്പറ്റി ചോദിക്കുന്നതിന് മുന്നേ തന്നെ ആൽബ അവരോട് അടുത്തൊരു സംഭവം പറയുന്നത് തിയോഡോറ അവരുടെ സാധനങ്ങളൊക്കെ പരിധി നോക്കിയതെക്കുറിച്ചും അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്തുകൊണ്ട് പോയതെ പറ്റിയും. വല്ലാണ്ടാവുന്ന എസ്റ്റർ എന്തിനാ മോളെ അതിനെ എപ്പോഴും കുറ്റക്കാരിയാക്കുന്നതെന്നും കള്ളം പറയുന്നതൊക്കെ നിൽക്കുന്നത് കണ്ട് ആൽബ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. വീണ്ടും ഉപദേശിക്കാൻ തുടങ്ങുന്നത് കണ്ട് കുട്ടി പിണങ്ങിപ്പോകുന്നു. ജോണിന് ഒടുവിൽ എസ്റ്ററോട് സത്യം തുറന്ന് പറയേണ്ടി വരുവാണ്. പൂളിലേക്ക് രാവിലെ അക്കി വന്നതെക്കുറിച്ചും സത്യത്തിൽ എന്താ ഇവിടെ നടക്കുന്നതെന്ന് എസ്റ്റർ ചൂടാവുന്നതും റിസർച്ചിലെ കണ്ടുപിടുത്തങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞ് ജോലി പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന കാര്യം ജോൺ നിരാശയുടെ വെളിവാക്കിയിട്ട് പറയാൻ മുട്ടുകയെന്ന് ചിലത് പറയുവാണ്. ഏറ്റവും വലിയ പ്രശ്നം നീ എന്നെ വിശ്വസിക്കാത്തതാണെന്നും ഒരു റെസ്പെക്റ്റും തരാതെ സ്വന്തം കാര്യത്തിൽ മുഴുകി നടക്കുന്നതിലുമൊക്കെ അരിഷ്ടം പോണ്ട് നേരെ ചെവി ജോലി ചെയ്യാൻ പോലും കഴിയുന്നില്ലെന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നതിലൂടെ മനസ്സിലാക്കാം. നമ്മൾ കണ്ട ഈ ഹോളിഡേ നിമിഷങ്ങൾക്ക് പിന്നിൽ ഇവരുടെ അകൽച്ച വളരെ കൂടുതലാണ്. ഇതോടെ വളരെ ഡിസ്റ്റർബ്ഡായി കിടക്കുന്ന എസ്റ്ററിന്റെ അടുക്കലേക്ക് തിയോഡോറ നാരങ്ങയുള്ളമായി എത്തുമ്പോൾ മറ്റൊരു സൂത്രം കൂടിയുണ്ട്. ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ സ്ത്രീ നിങ്ങളാണെന്നും നേരിൽ കാണണമെന്നുള്ള ഒരു എഴുത്ത് ലൂസിയൻ്റെ വക. ജോണുമായി വഴക്കിട്ടിരിക്കുന്ന എസ്റ്റർ ആകട്ടെ ഇതൊരു ഓപ്ഷനെ കണ്ട് അവനെ വിളിച്ചിട്ട് മുമ്പത്തെ പോലെ ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്ത് വെളുപ്പിനെ ആരും അറിയാതെ ഇറങ്ങിപ്പോകുന്നു. ലൂസിയാനുമായി ഇൻറ്റിമേറ്റായി നിൽപ്പുള്ള എസ്റ്ററെ മറ്റു മൂവരും ഒരു ട്രിപ്പിന് പറഞ്ഞയക്കുമ്പോൾ തലേ ദിവസത്തെ സംഭവത്തിൽ അവർക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് വേണമായിരിക്കും എന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലിരിക്കുന്ന ജോണും സെർവ് ചെയ്യുന്ന തിയോഡോറയോട് കൂടിരുന്ന് ഒരു കാപ്പി കുടിക്കാൻ വിളിക്കുന്നത് കേട്ട് ഒട്ടും കൂസാതെ വന്നിരിക്കുന്നതിന് പിറകെ ജോൺ കുറച്ച് കാപ്പി ഒഴിച്ചു കൊടുക്കാൻ പറയുമ്പോഴാട്ടെ അവൾ ജഗ് അങ്ങ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്, വേണമെങ്കിൽ എടുത്തെന്നുള്ള പോലെ. ചില മാറ്റങ്ങളൊക്കെ തിയോഡോറയിൽ കാണുന്ന ജോണിനോട് അവളുടെ ഒരു കൂട്ടുകാരി കാണാൻ വരട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നും അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച് അതും സെറ്റാക്കുന്നു. നീന ഒഴികെയുള്ള മറ്റു രണ്ടുപേരും അവിടെത്തുകയാണ് ഒരു ഹാങ് ഔട്ടിനായി. അങ്ങനെ ഇരിക്കെ അക്കിയുടെ വൈഫ് കോറ പതിവില്ലാതെ വരുന്നത് കണ്ട് നോക്കുമ്പോൾ അത് എസ്റ്റർ അയച്ചൊരു മെസ്സേജുമായിട്ടാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയത്തേക്കൊന്ന് മാറി നിൽക്കുവാണെന്നും ജോണിനെയും കുട്ടികളെയും ഒന്ന് നോക്കണേയെന്നും കോറയ്ക്ക് അവരയച്ച മെസ്സേജ്. കുട്ടികൾ വല്ലാണ്ടാവുന്നതോടെ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിലും പിണങ്ങിപ്പോവുകയാണ്. തിയോഡോറയെ കണ്ട് വേലക്കാരിയൊക്കെ ഇത്ര സ്വാതന്ത്ര്യം എടുക്കുന്നതിനെ ചൂണ്ടിക്കടന്ന കോറ എസ്റ്റർ ഇല്ലാത്ത ഈ ഒരു അവസരം ജോണുമൊത്ത് കൂടാൻ ശ്രമിക്കുമ്പോൾ മറുപക്കം ലൂസിനുമായി ബീച്ചിൽ ഓടിയും ചാടിയുമൊക്കെ ആഘോഷിക്കുന്ന എസ്റ്ററും. ലൂസിന്റെ മുതുകിൽ മുമ്പ് നീനിൽ കണ്ട പോലെ ഒരു നീളൻ മാർക്ക് കാണാം. അങ്ങനെ രാത്രി ഡള്ളായി കിടപ്പുള്ള ആൽബയ്ക്കടുത്തേക്ക് തിയോഡോറ എത്തുമ്പോൾ എന്നാൽ കുട്ടിയുടെ മനസ്സ് വല്ലാണ്ട് അപ്സെറ്റാണ്. എസ്റ്റർ പോയത് മാത്രമല്ല കഴിഞ്ഞ രാത്രി കൂടെ കിടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പ് ഒരു സ്നേഹവും കാട്ടാതെ ആട്ടി പായിച്ചതിലും തവളയെ കൊണ്ട് കളയാൻ ജോൺ പറഞ്ഞതിലും മൂടാവടിച്ച് കിടക്കുന്ന അവൾക്കടുത്ത് വന്ന് ശാന്തമായി സംസാരിച്ച് ഒന്ന് മുഖം തെളിക്കാൻ ശ്രമിച്ച് തലോടുന്നതും ആ കുട്ടിക്കത് വളരെ ഇഷ്ടം. കുറച്ചുകൂടെ തടവാൻ പറഞ്ഞ് അങ്ങനെയുള്ള ആ സിറ്റുവേഷനിൽ നമുക്ക് ആൽബയ്ക്കുള്ളിലെ ആ ഒരു വെമ്പൽ തെളിഞ്ഞു കാണാം. അവൾക്ക് സ്നേഹം കിട്ടിയല്ല വളരുന്നതെന്ന്. ഫിലിപ്പിന്റെ മനസ്സിൽ ഇപ്പോൾ തിയോഡോറയാണ്. അവൻ രാത്രി അവളുടെ മുറിക്ക് പുറത്തു വന്ന് നിന്ന് നോക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നത് കാണുന്ന തിയോഡോറ അവനെ തെറി പറയുന്നതും ഫിലിപ്പിന് ചമ്പലും വിഷവും വന്നവൻ സൈക്കിളും എടുത്ത് ഇറങ്ങി പോകുന്നു. ഇതേ രാത്രിയിലെ ലൂസിന്റെ റൂമിൽ എസ്റ്റർ ഒരു മയക്കമൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് തുറക്കുന്ന പാടെ കാണുന്നത് കുറേ കവറുകളിലായി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റുകൾ. ഇത് നോക്കി നിൽക്കുന്നതിന് പിറകെ തന്നെ ലൂസിനെത്തി ഇതെല്ലാം ബാർബിക്യൂ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ മാംസം ഫ്രീസറിൽ വെച്ചെങ്കിൽ കേടാകില്ലേ, ഇപ്പോൾ തന്നെ കേടായി എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ച് തിരികെ ബെഡിലേക്ക് പോയിരിക്കുമ്പോൾ അവൻ്റെ വശപ്പിച്ചുള്ള നോട്ടം അവരുടെ കയ്യിലും കാലിലോട്ടുമൊക്കെ. അടുത്ത ദിവസമായിട്ടും പോകാതെ പൂളിൽ കിടന്ന് മതിമറിയുന്ന തിയോഡോറയുടെ കൂട്ടുകാരെ നീരസത്തോടെ നോക്കി നിൽക്കുന്ന ജോണിന്റെ അടുക്കലേക്ക് അവളെത്തി വൈകിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്നും വരുന്നൊന്നും ചോദിക്കുന്നെങ്കിലും അയാൾ വേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു വിടുന്നു.
നീനയുടെ ഇതേ ബർത്ത്ഡേ പാർട്ടിക്ക് തന്നെയാണ് ലൂസിയൻ എസ്തറിനെയും ആ രാത്രി കൊണ്ടുപോകുന്നത്. മൂടാവടിച്ചു കിടക്കുന്ന അവിടേക്ക് പോകാൻ എസ്തർ മടിക്കുന്നതിലും ലൂസിയൻ നല്ല രസമാണെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നു. അവിടെ ഈ കൂട്ടരെ പോലെ തന്നെയുള്ള ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഡ്രസ്സിംഗ് സ്റ്റൈലുള്ള ഒരുവനുമായി സംസാരിക്കുന്ന വഴി എസ്തർ ഞെട്ടിക്കുന്ന ആ സത്യം ഒടുവിൽ മനസ്സിലാക്കുവാണ്. ഹോട്ടൽ ലേ ഫൗണ്ടൈനിൽ ജോലി ചെയ്യുന്നവരാണ് ലൂസിയനും നീനയുമെന്നും. എസ്തറിന് വെപ്രാളം കയറി ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും അവരെ നോക്കുന്ന പോലെ. വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ച് പാനിക്കായി നിൽക്കുമ്പോൾ ലൂസിയൻ എത്തുന്നത് കണ്ട് ബാത്റൂം എവിടെയെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് സ്പീഡിൽ കയറിപ്പോയി ടാപ്പ് തുറന്ന് കഴുകുന്നതും ഡ്രെയിനിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കുന്നു. തെറിച്ച് മുഖത്തേക്ക് വീഴുന്ന പടെ കൺട്രോൾ പോയി പുറത്തിറങ്ങി ഒരു ഡോർ തുറന്നു നോക്കുന്നതും ഞെട്ടിക്കുന്ന കാഴ്ച. മുന്നേ സംസാരിച്ച അയാൾ ചോരയിൽ കുളിച്ച് ചലനമറ്റ് കിടക്കുമ്പോൾ അയാളെ കടിച്ചു കീറുന്ന നീന. നരഭോജികൾ. പുറത്തേക്ക് ഓടി ഇറങ്ങാൻ നോക്കുന്ന എസ്തറിനെ പിടിച്ചു നിർത്തുന്നതാകട്ടെ തിയോഡോറയും. എല്ലാം കരുതി കൂട്ടിയുള്ള ചതിയായിരുന്നു എന്നുള്ള റിയലൈസേഷനിൽ എസ്തർ ഞാൻ നിന്റെ ഒരു സുഹൃത്തിനെ പോലെയല്ലേ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ മറുപടി ഞാൻ നിന്റെ സുഹൃത്തല്ല, വേലക്കാരിയുമല്ല. നിങ്ങളുടെ പെർഫെക്റ്റ് ലോകത്തിന് വലിയ വേലിക്കെട്ടുകളുണ്ട്. പക്ഷേ അത് വെച്ച് ഞങ്ങളെ വേർതിരിക്കാനാവില്ല. കാരണം ഞങ്ങളാണ് കൂടുതൽ, നിങ്ങൾ കുറവും. ഇത് പറഞ്ഞു കഴിയുന്നതും ലൂസിയനും മറ്റുള്ളവരും അവരെ പൊതിയുകയായി കടിച്ചു കീറാൻ. ഇപ്പോഴും നിലനിൽക്കുന്ന മുതലാളിത്ത ബൂർഷ മേധാവിത്വത്തിൽ അതിസമ്പന്നരായി മാറുന്നവരെയും അതിൻ്റെ 10 മടങ്ങ് പെരുകുന്ന നിർധനരെ പറ്റിയും സൂചിപ്പിക്കുന്ന ആൻറ്റി ക്യാപിറ്റലിസമാണ് തിയോഡോറയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് പുറത്തെ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ടിരുന്ന ജോണിനെയാണ്. കോറിയും കൂടെ കിടപ്പുണ്ട്. തിരിച്ചു വന്ന് സ്വിമ്മിംഗ് പൂളിൽ ആഹ്ലാദിക്കുന്ന തിയോഡോറയും കൂട്ടരെയും കണ്ട് ജോൺ താഴേക്ക് ചെന്ന് അവളോട് മേലാൽ ഇങ്ങനെ ചോദിക്കാതെയും പറയാതെയും ചെയ്യരുതെന്ന് താക്കീത് നൽകി അകത്തേക്ക് കയറുന്ന നേരം കോറിയും എണീറ്റ് പോവുകയാണ്, നാശങ്ങളെ പറഞ്ഞയക്കുമെന്നും പറഞ്ഞുകൊണ്ട്. ഉള്ളറക്കവും പോയി ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ജോൺ മച്ചിന് പുറത്തെ തട്ടുമുട്ടലും കേട്ട് അവിടേക്ക് കയറാൻ മുതിരുന്നതും പിറകിൽ തിയോഡോറയും സംഘവും മുമ്പ് കീരിയെ കൊന്ന കോലുമായി പ്രത്യക്ഷപ്പെട്ട് പറയുവാണ്, ഞാൻ പറഞ്ഞില്ലേ ഈ രാക്ഷസന്മാരെല്ലാം പെരുകുന്ന ഒരു പകർച്ചവ്യാധിയാണെന്ന്. ഇതും പറഞ്ഞ് അയാളെയും വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ഫിലിപ്പ് വെളുപ്പാങ്കാലത്ത് വിശന്ന് തളർന്ന് തിരിച്ചു വരുമ്പോൾ കാണുന്നത് പൂളിന്റെ മുന്നിൽ കിടന്നുറങ്ങുന്ന തിയോഡോറയും സംഘത്തെയും. അവളുടെ ഒപ്പം ആൽബയും കിടക്കുന്നത് കണ്ട് കാര്യം തിരക്കാൻ വിളിക്കുന്നതിലും അവൾ എണീക്കാത്തത് കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി വിഷപ്പകറ്റാൻ മീറ്റെടുത്ത് ഓവനിൽ വെക്കുമ്പോൾ ഇതേ സമയം തിയോഡോറയും സംഘവും അവിടുന്ന് സ്ഥലം വിടുവാണ്. വെന്ത മാംസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പിന്റെ വായിൽ എന്തോ കല്ലുകടി ഉണ്ടാവുന്നത് കണ്ട് തുപ്പി നോക്കുമ്പോൾ മോതിരം, അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ കിടന്ന മോതിരം. ഇത് കണ്ട് തരിച്ചു നിൽക്കുമ്പോൾ തിയോഡോറ അവളുടെ നരഭോജി സംഘവുമൊത്ത് അടുത്ത വേട്ടയ്ക്ക് പോവുകയാണ് ആൽബയും കൂട്ടിക്കൊണ്ട്. നമ്മൾ ഗെറ്റ് ഔട്ടിലും പാരസൈറ്റിലും ദ മെനുവിലൊക്കെ കണ്ട ഈറ്റ് ദ റിച്ച് എന്ന ആൻറ്റി ക്യാപിറ്റലിസ്റ്റ് തീം കൊണ്ടുവന്നപ്പോൾ ഡെലീഷ്യസിൽ അത് അക്ഷരാർത്ഥത്തിൽ നിജമാക്കി കൊണ്ടുവന്നു. അതിസമ്പന്നർ സുഖഭോഗത്തോടെ ജീവിക്കുമ്പോൾ നരകിക്കുന്ന ഒരു ക്ലാസിന്റെ കാഴ്ച തുടക്കം മുതൽ തന്നെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ജോലിക്ക് കൂലിയില്ലാത്തതിന്റെ സമരത്തിൽ നിന്നും റിച്ച്സിനോടുള്ള വെറുപ്പ് തിയോഡോറയിലെ സംഘത്തിലും ആദ്യം മുതൽക്കേ നമുക്ക് കാണാം. സമ്പന്നരെ സ്പോട്ട് ചെയ്ത് അവരുടെ ഇടയിലേക്ക് കടന്നു കയറി തങ്ങളുടെ സഫറിങ്ങിന് കാരണമായ ബൂർഷുകളെ വകവരുത്തുക എന്ന മോട്ടോ ഉള്ള ഒരു കാനിബൽ കൾട്ട്. ഇടയ്ക്ക് വെച്ച് നീനയിലും ലൂസിയനിലുമൊക്കെ കണ്ട പാടുകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നത് അതെല്ലാം അവർ നേരത്തെ നടത്തിയ ഇതുപോലുള്ള പരിപാടികളുടെ അടയാളമാണ്. തുടക്കത്തിലെ പച്ചമാംസം കഴിക്കുന്ന വഴി എന്തൊക്കെയോ വശപിഷമുണ്ടെന്ന് കാണിക്കുന്നതിലും ഇവർ നരഭോജി കൾട്ടാണെന്ന് സൂചന തരുന്നത് ബീച്ചിൽ വെച്ചുള്ള ആ ഒരു സിറ്റുവേഷനിലാണ്. തുടർന്നുള്ള ലൂസിയന്റെ മുറിയിലെ എസ്തറിന്റെ സംഭവങ്ങളും. ഒരു ചോദ്യം എന്നത് ഇവരെന്തുകൊണ്ട് ഫിലിപ്പിനെയും ആൽബയും വെറുതെ വിട്ടു എന്നതാണ്. കാരണം ഫിലിപ്പിന്റെ സമീപനത്തിൽ നിന്നും അവന് കുടുംബത്തെ അപേക്ഷിച്ച് ഒരു പരുക്കൻ പെരുമാറ്റം ഇല്ലാതെയും ജോലിക്കാരുടെ സഫറിങ്ങിനെ കുറിച്ചും ചൂണ്ടിക്കാട്ടുന്ന ചിന്താഗതിയുള്ള ചെക്കനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഭാവി ഒരു ചോദ്യചിഹ്നമാക്കി വിടുമ്പോൾ ആൽബെ ആകട്ടെ എല്ലാവരും തഴിഞ്ഞ് സ്നേഹം കിട്ടാതെ ബ്ലാങ്ക് ആയുള്ള ഒരു ക്യാരക്ടറും. ഏകാന്തിയായ ആ കുട്ടിക്ക് തിയോഡോറയോട് ഒടുവിലൊരു അഫെക്ഷൻ ഉണ്ടാകുമ്പോൾ തിയോഡോറ മോൺസ്റ്റേഴ്സായ അവരുടെ ലോകത്തിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. സഫറിംഗ് ക്ലാസ്സിനെ മോൺസ്റ്റേഴ്സായി ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് പലയിടങ്ങളിലായി കാണാം. കീരിയെക്കുറിച്ചെന്ന പോലെ തുടക്കത്തിലും ഒടുക്കത്തിലും തിയോഡോറ ജോണിനോട് പറയുന്നതും മറ്റൊരു സന്ദർഭത്തിൽ എസ്തർ വരുതിയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം പറയുന്ന ഇനിയിപ്പോൾ രാക്ഷസന്മാരുടെ സമയമാണെന്നുള്ള ആന്റോണിയോ ഗ്രാംഷിയുടെ ആ ഫേമസ് കോട്ടും. നല്ല ഹൂക്കിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നെങ്കിലും പതിയെ ഫ്ലാറ്റ് ആവുന്ന പോലെ പലയിടങ്ങളിലും തോന്നി. മിസ്റ്ററി മോഡ് നല്ലോണം വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഡെലീഷ്യസ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള സന്ദേശം സംവിധായകൻ ഇതിലൂടെ നൽകാൻ ശ്രമിച്ചപ്പോൾ കഥയിൽ അതിൻ്റെ ചില പ്രശ്നങ്ങൾ മുഴച്ചു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാത്തിരുന്ന് കാണാം.